ചാക്കോച്ചിന്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. നല്ല പെർഫോമൻസ്. ഞങ്ങളൊക്കെ ത്രില്ലടിച്ചു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ആക്ടിങ് ഞാൻ എന്താ പറയാ, ക്ലൈമാക്സ് പറയുന്നില്ല, ആദ്യം മുതൽ അവസാനം ഓരോ രംഗങ്ങളും അതുപോലെ ഗംഭീരാണ് സിനിമ. അന്നേരം മോൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു, നന്മകളും നേരുന്നു. ഇനിയും സിനിമകൾ കിട്ടട്ടെ. മലയാള സിനിമ ഒരു ബേബിശാലിനിയായിട്ട് മാറട്ടെ. ചേച്ചി ഒരു കുട്ടി ബേബിശാലിനിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു അഭിലാഷോട്ടെ എല്ലാവരും ആശംസിച്ചു. എങ്ങനെയുണ്ട്? ചാക്കോച്ചനോട് അഭിനയിച്ചപ്പോ ഒരു പ്രത്യേക ഫണ്ണായിരുന്നു. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോ സീരിയസ് സീനായാലും അവര് നമ്മളെ ചിരിച്ച് കളിച്ച് അങ്ങനെയായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു സെറ്റില്. സീരിയസ് സീനായാലും എന്തായാലും ഭയങ്കര ഫണ്ണായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പ്രിയാമണി ആയാലും ചാക്കോച്ചനായാലും മീനാക്ഷി ചേച്ചി ആയാലും എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആദ്യം പഠിച്ചു, പിന്നെ പഠിച്ചു, പിന്നെ ഫ്രണ്ട്സ് ആയി. അപ്പോ ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് സീനൊക്കെ. പിന്നെ 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 ചിലായി. അയ്യോ, അത് ഞാനെങ്ങനെ പറയാം. എല്ലാരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇല്ലങ്കേട്ടനായാലും ഷാഗേട്ടനായാലും വിഷ്ണുട്ടനായാലും എല്ലാരും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. നൈസ് പടമാണ്. അടിപൊളി പടം. അടിപൊളി പടം. വില്ലൻ ജോയിന്റ് മൂഡ്, നൈസ് മൂഡ്. ഏത് മൂഡ്? അംബാനി മൂഡ്. ഒരു കാര്യം പറയട്ടെ. ഈ സിനിമയിൽ ഒരു സന്ദേശം കാണിച്ചിട്ടുണ്ട്. മയക്കുമരുന്നിനൊക്കെ എതിരായിട്ട് അത് തുറന്നു കാണിക്കുന്ന ഇപ്പോഴത്തെ യുവതലമുറ നശിച്ചു പോകാണ്ടിരിക്കുന്ന ഒരു സന്ദേശം സിനിമയില് കൊടുത്തിട്ടുണ്ട്. കാരണം ആ സംവിധായകന്റെ കഴിവാണ്, അതെല്ലാവരും അംഗീകരിച്ചു. പിന്നെ ചോക്ലേറ്റ് ബോയ് ആയിരുന്ന ആ പ്രിയപ്പെട്ട കുഞ്ഞാകൻ ഇനി അതുപോലത്തെ വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തണം. ഗംഭീരാണ്. ഈ കാലഘട്ടത്തില് ഓരോരുത്തരും കണ്ടിരിക്കേണ്ട പടം. ഈ ഒരു ജനറേഷനിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആക്ഷൻ, ഡ്രഗ്സ്, ഫാമിലി, ഇപ്പോഴത്തെ പിള്ളേരുടെ തലമുറ എല്ലാം എ ടു സെഡ് ഫസ്റ്റ് മുതൽ അവസാനം വരെ ത്രില്ലറാണ്. ഗുഡ് ക്വാളിറ്റി മേക്കിംഗ്, സോങ്, പിന്നെ ആക്ഷൻ എല്ലാം സൂപ്പർ. ഗംഭീര.